ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ANSYS കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് 1.5 കിലോ കപ്പയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പം ഈ പാൽക്കപ്പയ്ക്ക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. കാന്താരി മുളക് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ചമുളക് യൂസ് ചെയ്താലും മതി. അപ്പോൾ കാന്താരി മുളകിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ നാടൻ വിഭവങ്ങൾക്കൊക്കെ. അപ്പോൾ നമുക്ക് കാന്താരി കിട്ടുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ കാന്താരി ഒരു 6-7 ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ കപ്പ വേവുന്ന സമയത്ത് ഞാൻ നമ്മുടെ ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. നല്ല ബീഫ് കറിയും പാൽക്കപ്പയും നല്ല അടിപൊളി കോംബോ ആണ്. അപ്പം ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കപ്പ നമുക്ക് വേവിച്ച ശേഷം ഒന്ന് ഊറ്റിയെടുക്കാനുള്ളതാണ്. അത്യാവശ്യം നല്ല പോലെ തന്നെ കപ്പ നമ്മൾ വേവിച്ചെടുക്കണം, എന്നാലാണ് നമ്മളെ പാൽക്കപ്പയ്ക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പോലെ ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ആ ഒരു സെയിം പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ നമ്മുടെ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള കപ്പ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇൻഗ്രീഡിയൻസ് ആണിത്. ഇത് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, കാന്താരി മുളക്, വെളുത്തുള്ളി, ഇതിൻ്റെ മിക്സ് ഒന്നിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2-ാം പാലാണ്. 2-ാം പാല് ചേർത്ത ശേഷം നമ്മളിത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. നല്ലപോലെ മാഷ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ പാൽക്കപ്പയ്ക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പം 2-ാം പാല് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു മാഷർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സായി വരണം. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കപ്പ വേവിക്കുമ്പം ഉപ്പ് ഓൾറെഡി ഇട്ടതാണ്, അതുകൊണ്ട് നമുക്ക് പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇത് നല്ലപോലെ മാഷ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിന് നമുക്ക് എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്ത ശേഷം ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പാൽക്കപ്പ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഏകദേശ പരിപാടികൾ കഴിഞ്ഞു. ഇനി ഒരു മിനുക്ക് പരിപാടി കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പ സെറ്റ്. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഒന്ന് ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിരിക്കുന്നില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി, ഞാനിപ്പോൾ ഒരു 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഒരു 3-4 വറ്റൽമുളകും, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഒന്ന് ഇതുപോലെ വെളിച്ചെണ്ണയിലൊന്ന് തൂമിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ എൻ്റെ സാറേ നമ്മുടെ പാൽക്കപ്പ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു തവണയെങ്കിലും നമ്മൾ ഈ നാടൻ വിഭവങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർ ഈ ഒരു പാൽക്കപ്പ ഉണ്ടാക്കി നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇത് നല്ല ചൂടോടെ നല്ല ബീഫ് കറിയുടെയോ മീൻ കറിയുടെയോ ഇനിയൊരു ഉള്ളി ചമ്മന്തി ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.